കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കിടത്തി നമ്മുടെ പ്രാണനെ തണുപ്പിച്ച് ഓരോ ദിവസവും നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കരുതലുകളെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആഴമേറിയ കരുണയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവൻ്റെ ദയ രാവിലെ തോറും പുതിയതും അവൻ്റെ വിശ്വസ്തത വലുതുമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ, തീർന്നു പോകാത്ത ദൈവത്തിൻ്റെ കരുണ. അതെ, 103-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവം കരുണയുള്ള ദൈവമാകുന്നുവെന്ന് 103-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കരുണ എങ്ങനെയാണ്? 103-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, മക്കളോടുള്ള കരുണ പോലെ നമ്മളോട് കരുണ കാണിക്കും ദൈവം. ഓരോ ദിവസവും തൻ്റെ കരുണയാൽ നമ്മളെ സൂക്ഷിച്ച്, ഓരോ ദിവസവും തൻ്റെ കരുണയാൽ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണ നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമുക്ക് സമാധാനം നൽകുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മെ സൗഖ്യമാക്കുന്നു. കരുണയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കലവറകൾ എത്ര വലുതാണ്! അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരും കരുണ കാണിക്കില്ലാത്ത സാഹചര്യങ്ങളിൽ കരുണ തരുന്നവനായ ദൈവം, നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടനായ യാചകനായ ഒരു മനുഷ്യൻ, അവിടെ കുറെ ശബ്ദങ്ങളും കോലാഹലങ്ങളും കേൾക്കുമ്പോൾ അതെന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ കേട്ടു. നസ്രയനായ യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. നസ്രയനായ യേശു കരുണ കാണിക്കുന്നവനാണ്. അവൻ രോഗികളോട് കരുണ കാണിക്കുന്നവനാണ്. അവൻ കുഷ്ഠരോഗികളോട് കരുണ കാണിക്കുന്നവനാണ്. അവൻ വിശന്നവരോട് കരുണ കാണിക്കുന്നവനാണ്. ആ കരുണാമയനായ യേശു അതുവഴി കടന്നു പോകുമ്പോൾ അവൻ 2 പ്രാവശ്യം നിലവിളിക്കുന്നുണ്ട്. അവൻ്റെ നിലവിളി എങ്ങനെയാണ്? യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് കരുണ തോന്നണമേ എന്നവൻ നിലവിളിക്കുകയാണ്. അവൻ അന്ധനാണ്, അവൻ യാചകനാണ്, അവനോട് കരുണ കാണിക്കുവാൻ ആരുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കരുണ കാണിക്കണമേ എന്നുള്ള നിലവിളിയുടെ മുമ്പിൽ കരുണാമയനായ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണ് തുറന്നു കിട്ടണം എന്നവൻ പറയുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ അന്ധത മാറുമാറ് അവൻ്റെ ജീവിതത്തിൻ്റെ കണ്ണിന് യേശുവിൻ്റെ കരുണയാൽ അവൻ്റെ അടഞ്ഞിരുന്ന കണ്ണ് തുറക്കപ്പെടാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ കരുണ വെളിപ്പെടുമ്പോൾ, യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നീ അപേക്ഷിക്കുമ്പോൾ, പ്രതിസന്ധികൾ നടുവിൽ കരുണയ്ക്കായി നീ അപേക്ഷിക്കുമ്പോൾ അവൻ കരുണ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. നിന്റെ തലമുറയുടെ മേൽ കരുണ തരുവാൻ, നിന്റെ ശരീരത്തിൽ കരുണ കാണിക്കുവാൻ, നിന്റെ ആവശ്യങ്ങളിൽ കരുണ കാണിക്കുവാൻ, നിനക്ക് വേണ്ടി വഴികളെ തുറന്ന് കരുണ കാണിക്കുവാൻ യേശു മതിയായവനാണ്.
അവൻ കരുണ കാണിക്കുന്ന കർത്താവാണ്. അവൻ്റെ കരുണയുടെ ആഴം എത്ര വലുതാണ്. ഈ ദിവസങ്ങളിലായി യേശുവിൻ്റെ കരുണയുടെ ശക്തി, യേശുവിൻ്റെ കരുണയുടെ വ്യാപാരം, യേശുവിൻ്റെ കരുണയുടെ വിടുതലുകൾ, യേശുവിൻ്റെ കരുണയുടെ സൗഖ്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ വാഴുവാനിടയായി തീരട്ടെ. കർത്താവേ, കരുണ കാണിക്കണമേ. കരുണ കാണിക്കും എന്ന് ചിന്തിക്കുന്നവർ, മനുഷ്യന്റെ കരുണയ്ക്കെല്ലാം പരിധിയുണ്ട്. വൈദ്യശാസ്ത്രത്തിന്റെ കരുണയ്ക്കും കരുതലിനും ഒരു പരിധിയുണ്ട്. എന്നാൽ അതിനപ്പുറമായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരുണയുടെ ആഴങ്ങൾ എത്ര വലുതാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഏതാണ്ട് 38 വർഷത്തോളം ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അനേകര് വന്നു പോകുന്നുണ്ട്. ആരെങ്കിലും കരുണ കാണിക്കുമോ എന്നവൻ വിചാരപ്പെടുന്നുണ്ട്. അവൻ ചിന്തിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു കരുണ വെളിപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ കരുണ, അവന്റെ ആഗ്രഹം നിഷ്ഫലമായി പോയി. എന്നാൽ ഒരു ദിവസം കരുണാമയനായ യേശു ആ ബെഥസ്ദാ കുളക്കരയിൽ അവന് വേണ്ടി മാത്രം വന്നു എന്നുള്ളതാണ്. അവന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിഞ്ഞ, അവന്റെ വേദനകളെ അറിഞ്ഞ യേശു, അവനെ അറിഞ്ഞവനായ യേശു ആ ബെഥസ്ദാ കുളക്കരയിലേക്ക് കടന്നു വന്നിട്ട് അവനോട് കരുണ കാണിക്കുകയാണ്. അവൻ പറയുന്നു, എനിക്കാരുമില്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, നീ പലപ്പോഴും പറഞ്ഞിട്ടില്ല, എനിക്കാരുമില്ല. പക്ഷെങ്കിൽ അങ്ങനെ പറയരുത്. യേശു നിനക്കുണ്ട്. നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായി യേശു നിന്നോടൊപ്പമുണ്ട്. അവന്റെ സന്നിധിയിൽ അർപ്പിക്കൂ ജീവിതത്തെ. അതെ, അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. അവന്റെ കരുണ തീർന്നു പോകുന്നില്ല. അത് വറ്റിപ്പോകുന്ന കരുണകളല്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കരുണയാണ് അവന്റെ കരുണ. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നറിയാമോ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഒരു ദിവസമല്ല, എൻ്റെ ആയുഷ്കാലം മുഴുവനും പിന്തുടരുന്ന ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത. അതെ, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കൂ. ദൈവത്തിന്റെ കരുണയിൽ ശക്തിപ്പെടൂ. ദൈവത്തിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കൂ. അവൻ ഭവനത്തിന്റെ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ, തലമുറയുടെ അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ അവൻ കഴിവുള്ളവനാണ്. അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അവൻ അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാക്ക് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ. തീർന്നു പോകാത്ത കരുണയാൽ അവരുടെ വേദനകളിൽ, കഷ്ടങ്ങളിൽ, ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കരുണ കാണിക്കണമേ. നീ അവരെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ നിന്ന് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹത്തോടെ കർത്തൃശുശ്രൂഷയിൽ പാസ്റ്റർ KK സാമുവേൽ. പാപശാപം നീക്കുവാൻ പുത്രനെ ശാപം നീക്കുവാൻ പുത്രനെ തന്നു നീ. ക്രൂശിതൻ നിനത്താലേ രക്ഷയും തന്നു നീ. ക്രൂശിതൻ നിനത്താലേ രക്ഷയും